തൊടുപുഴ വെളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കൂടുതൽ പരിശോധനകളുമായി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തിയ തൊഴുത്തിലും കപ്പത്തൊലി എത്തിച്ച ഡ്രയർ യൂണിറ്റിലും സംഘം പരിശോധന നടത്തി. അതേസമയം പശുക്കൾ ചത്തത് കപ്പത്തൊലിയിൽ നിന്നുള്ള സയനൈഡ് മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതായി ജില്ലാ വെറ്റിനറി അധികൃതർ വ്യക്തമാക്കി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ആർ മുത്തുരാജിന്റെ നേതൃത്വത്തിലായിരുന്നു സംഘം വെള്ളിയാമറ്റത്തെ മാത്യുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത്. തൊഴുത്തിലും കപ്പത്തൊലി എത്തിച്ച ഡ്രയർ യൂണിറ്റിലും സംഘമെത്തി. പശുക്കളുടെ വയറ്റിൽ ഇത്രയധികം അളവിൽ വിഷാംശം എത്തിയതെങ്ങനെയെന്ന് പരിശോധിക്കുമെന്നും കപ്പത്തൊലിയിലെ സൈനൈഡ് തന്നെയാണോ മരണകാരണമെന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ഡോക്ടർ ആർ മുത്തുരാജ് പറഞ്ഞു. അങ്ങനെ മരണിക്കെങ്കിൽ ഇതിനുடைய ലെവൽ ഹൈഡ്രോജൻ സൈനൈഡ് ലെവൽ അധികമായി കാണും. അങ്ങനെ സംഭവം സാധ്യത ഉണ്ട്. അതും അങ്ങനെ ഫംഗൽ ഗ്രോത്ത് ഇത് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് അവർ അത് ശരിയാ ഉണക്കാമ അങ്ങനെ ഒരുപാട് കുവിയലായിട്ട് ചാക്കിൽ അങ്ങനെ വച്ചിട്ട് ഒരു 2-3 ദിവസം അങ്ങനെ വയ്ക്കുമ്പോൾ ഫംഗൽ ഗ്രോത്ത് കാണും. ആ ഫംഗൽ ഗ്രോത്ത് ബാഡ് സ്മെൽ കാണും. അത് ഫീഡ് ചെയ്യെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ ഇപ്പൊ ഇങ്ങനെ ഒരുമിച്ച് അങ്ങനെ ഏത് സാധ്യത ഉണ്ട്. അതേസമയം താൻ പശുക്കൾക്ക് നൽകുന്ന അതേ കപ്പത്തൊലി തന്നെയാണ് മാത്യു ബെന്നിക്ക് നൽകി വരുന്നതെന്ന് ഡ്രയർ യൂണിറ്റ് ഉടമ വിദഗ്ധ സംഘത്തോട് പറഞ്ഞു. ഇനി നമ്മൾ അത്രയും ശ്രദ്ധിക്കുന്നില്ല, ഈ കട്ടുള്ളതാണോ ഇല്ലയോ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പാട്ടി കഴിയുമ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം അങ്ങനെ ചെയ്ത് വിടുന്നുള്ളൂ. പിന്നെ എല്ലാം ഓരോ കപ്പയും നമ്മൾ ചാക്കി ഈ സീസണിൽ കട്ടുള്ള കപ്പയായി കൂടുതലായിട്ടും കയറി വരുന്നു. സാധാരണ പക്ഷേ ഈ വർഷം കട്ടില്ലാത്ത കയറി വരുന്നുണ്ടെന്നുള്ളൂ. എന്നാൽ പശുക്കൾ ചത്തതിൽ ആശയക്കുഴപ്പമില്ലെന്നും കപ്പത്തൊലിയിൽ നിന്നുള്ള സൈനൈഡിൽ ഉള്ളിൽ ചെന്നാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതാണെന്നും ജില്ലാ വെറ്റിനറി അധികൃതർ അറിയിച്ചു. പറയാനുള്ള 2-3 കോയിൻസിഡൻസുകൾ അവിടെ നടന്നിട്ടുണ്ട്. ഒന്ന്, അത് ഡോക്ടർമാർ അവിടെ ചികിത്സയ്ക്ക് എത്തുമ്പോൾ തന്നെ ചാക്കുകളിൽ നിറച്ചും കപ്പത്തൊണ്ട് സൂക്ഷിച്ചിരുന്നു. പശുക്കളുടെയൊക്കെ മുമ്പിൽ അത് തിന്നിട്ട് ബാക്കി വരെ തൊലി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം അത് അളവിൽ കൂടുതൽ ഒരുപാട് അളവിൽ ചെന്നിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമതായിട്ട് പറഞ്ഞാൽ പശുക്കള് രാവിലെ മുതൽ വിശന്ന് നിന്നിരുന്നായിരുന്നു. അവർ ആ കുടുംബം മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ രാവിലെ മുതൽ വിശന്ന് നിന്ന പശുക്കൾക്ക് രാത്രി 8:30യോടുകൂടി പെട്ടെന്ന് കപ്പത്തൊലി ചെല്ലുമ്പോൾ അത് എംറ്റി സ്റ്റൊമക്കിൽ പെട്ടെന്ന് അതിന്റെ വിഷാംശം ബാധിക്കാനായിട്ട് ഇടയാവുകയാണ് ഉണ്ടായത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഇത് മിക്കവാറും ഭൂരിഭാഗവും ഞങ്ങളുടെ ഒരു സംശയം ഇത് കട്ടൻകപ്പ അഥവാ കൈപ്പങ്കപ്പ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഹൈഡ്രോസൈനിക് ആസിഡിന്റെ കണ്ടന്റ് കൂടുതലുള്ള കപ്പയായിരിക്കാനാണ് സാധ്യത. പശുക്കൾക്ക് നൽകിയതിന്റെ ബാക്കിയും ഡ്രയർ യൂണിറ്റിൽ നിന്നുള്ള കപ്പത്തൊലിയുടെ സാമ്പിളും ശേഖരിച്ച ശേഷമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ളവർ മടങ്ങിയത്. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.